പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. ശിവരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകെ അർച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സദാ പാവനമായി വിളങ്ങുന്നു. മാനവബന്ധങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തന്നതുപോലുലകിൽ നിൻ
ചിത്തം നിറവേറണമേ. ആവശ്യകമാ ആഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ പാവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. താതനും അതുപോലാത്മജനും ബോഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിനും നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. പാടും അഴുതിരമങ്ങളെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സൃഷ്ടിയുമെന്നും
കൈവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ അമലോത്ഭവയാം മാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ അമലോത്ഭവയാം മാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകളോ അവിരതമവിടുത്തി പുകളുര ചെയ്യുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ അമലോത്ഭവയാം മാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ അമലോത്ഭവയാം മാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ അമലോത്ഭവയാം മാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 10 മുതൽ 18 വരെ തിരുവചനങ്ങൾ. അവരുടെ മേൽ അവൻ തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പാദങ്ങൾ എത്ര സുന്ദരമെന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ, ഞങ്ങൾ സന്ദേശം കേട്ട് വിശ്വസിച്ചവർ ആരാണ് എന്ന് നിശ്ചയായും ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്നാൽ അവർ കേട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും ഉണ്ട്. എന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും. പാടിടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തുലിക പോലെ നാവിപ്പോ. ഹല്ലേലൂയ, പാടിടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1, 26 മുതലുള്ള വചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും.
അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞുപോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ കാരുണ്യം കവിഞ്ഞൊഴുകുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരുമിച്ച് വരുവാനും ബലിയർപ്പിക്കുവാനും സാധിച്ചത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. നാം വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും കണ്ടെത്തുവാനായിട്ടാണ്, അത് ലഭിക്കുവാൻ വേണ്ടിയാണ്, അത് അനുഭവിക്കുവാൻ വേണ്ടിയാണ് നാം ഏവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ സായാഹ്നത്തിൽ നാം ഒരുമിച്ച് കൂടി ദൈവകൃപയും ദൈവകാരുണ്യവും അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം ഭാഗ്യപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ച ജനതയാണ് നാം. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുക നമ്മെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. പരിശുദ്ധ അമ്മ നമ്മെ എന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മെ കരുതലോടെ സംരക്ഷിക്കുന്നു. ആ അനുഭവം നമുക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പെറ്റമ്മയുടെ പിറന്നാൾ വരുമ്പോൾ, ജന്മദിനം വരുമ്പോൾ നാം എല്ലാവരും സന്തോഷിക്കുന്നു. കാരണം ആ അമ്മ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. ഇപ്പോൾ ദൈവമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുന്ന നമ്മളും ഏറെ സന്തോഷത്തോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിലെത്തി ഒരുമിച്ച് ബലിയർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായി നമുക്ക് ലഭിക്കും. അമലോത്ഭവ തിരുനാളിന് ഒരുക്കമായിട്ട് ഇന്ന് നാം ഇവിടെ പ്രാർത്ഥനകൾ നടത്തി ബലിയർപ്പിക്കുന്നു. ഈ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ കരുണ എപ്രകാരമാണ് മറിയത്തിലൂടെ നമുക്ക് ലഭിക്കുവാൻ ഇടവന്നത്, ഇതിനെക്കുറിച്ച് അല്പം ചിന്തിക്കുന്നത് നല്ലതാണല്ലോ. ദൈവത്തിൻ്റെ കരുണ നമ്മയെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമത്തിൽ നാം പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ജനം ഒരുമിച്ച് കൂടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ കാരുണ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ, രാത്രിയിൽ അഗ്നിസ്തംഭമായിട്ടും പകലും മേഘത്തൂണായിട്ടും ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ കരുണ അവർക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടാരങ്ങളിൽ താമസിച്ചിരുന്ന അവർക്ക് അനുഭവവേദ്യമായിരുന്നു. ദൈവത്തിൻ്റെ കൂടാരം അവരോടൊപ്പം ഉണ്ടായിരുന്നു. വാഗ്ദാന പേടകം അവരോടൊപ്പം സഞ്ചരിച്ചിരുന്നു. ഇതവർക്ക് എന്നും ആശ്വാസം നൽകിയിരുന്നതാണ്. വീണ്ടും അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതലായി മനസ്സിലാക്കുന്നത് ജെറുസലേം ദേവാലയത്തിലൂടെയാണ്. ജെറുസലേം ദേവാലയത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് കൂടുതലായി മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും സാധിച്ചു.
പഴയ നിയമത്തിലെ പല സ്ഥലങ്ങളിലും കാരുണ്യവാനായ ദൈവത്തിൻ്റെ പക്കലേക്ക് ദൈവജനത്തെ കൊണ്ടുവരുവാനായിട്ട് പ്രവാചകന്മാർ ഇടപെടുന്നതായി നാം കാണുന്നുണ്ട്. തിന്മ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ജനങ്ങളെ പ്രവാചകന്മാർ വഴിയായിട്ട് ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നതും കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യവും സംരക്ഷണവും നഷ്ടപ്പെട്ട ജനതയ്ക്ക് ആ കാരുണ്യവും സംരക്ഷണവും ലഭിക്കുവാനായിട്ട് പ്രവാചകന്മാർ അവരോട് പല കാര്യങ്ങളും ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പ്രവാചകന്മാരുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് നന്മയും അനുഗ്രഹവും ലഭിക്കുന്നതായി കാണുന്നുണ്ട്. പഴയ നിയമത്തിൻ്റെ സാഹചര്യത്തിന് ശേഷം നാം പിന്നീട് കാണുന്നത്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം വളരെ സ്പഷ്ടമായിട്ട് നാം ഓരോരുത്തർക്കും വ്യക്തമായ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ നാം കാണുന്നുണ്ട്. ഇന്ന് കേട്ട സുവിശേഷ ഭാഗം നമുക്കറിയാം. പരിശുദ്ധ കന്യകാമറിയത്തിന് മംഗളവാർത്ത ലഭിക്കുന്ന ആ സാഹചര്യമാണ് നാം വായിച്ചു കേട്ടത്. പരിശുദ്ധ കന്യകാമറിയം ദൈവമാതാവായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആ അവസരം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കാരുണ്യം കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണത്. ഇപ്പോൾ നാം വായിച്ചു കേട്ടതുപോലെ ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് എന്ന് പറയുകയാണ്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവന് ഈശോ എന്ന് നീ പേരിടണം. ദൈവകാരുണ്യം മനുഷ്യർക്ക് അനുഭവവേദ്യമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് മറിയം ഈ മനസ്സമ്മതം കൊടുക്കുന്നത്. മറിയം മനസ്സമ്മതം കൊടുക്കുന്നത് ദൈവപുത്രന് ജനിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ മറിയത്തിൻ്റെ അനന്തമായ നന്മയിലാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലാണ് ദൈവത്തിൻ്റെ കാരുണ്യം മനുഷ്യർക്ക് അനുഭവവേദ്യമായി തീർന്നത്. ഈശോ ലോകത്തിലേക്ക് വന്നത് മറിയത്തിലൂടെയാണല്ലോ. അപ്പം ദൈവകാരുണ്യം നമുക്ക് ലഭിക്കുന്നത് മറിയത്തിലൂടെയാണ്. മറിയത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. നമ്മൾ ഈ ശ്രൈനിൽ വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്. മാതാവിൻ്റെ സന്നിധിയിൽ, മാതാവിൻ്റെ കാൽക്കൽ വന്ന് നാം അപേക്ഷിക്കുന്നത് ദൈവകാരുണ്യം ലഭിക്കുവാൻ വേണ്ടിയാണ്. ദൈവകാരുണ്യം മറിയത്തിലൂടെ നൽകുവാനും പിതാവായ ദൈവം തിരുമനസ്സായി. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ മറിയത്തിന് മംഗളവാർത്ത അറിയിക്കപ്പെട്ടത്. ഈ മംഗളവാർത്ത തീർച്ചയായിട്ടും സങ്കടകരമായൊരു വാർത്തയായിരുന്നു മറിയത്തിന്. നമുക്കറിയാം, അതിൻ്റെ സാഹചര്യങ്ങൾ അറിയാം. കന്യക ഗർഭം ധരിച്ച് പ്രസവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സങ്കടകരമായ അവസ്ഥയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുവാൻ തയ്യാറായപ്പോൾ ഈ സങ്കടകരമായ വാർത്ത സദ്വാർത്തയായി തീരുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ഒത്തിരിയേറെ അനുഭവങ്ങൾ പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവം മനുഷ്യനായി അവതരിച്ച് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യവും സംരക്ഷണവും മനുഷ്യർക്ക് അനുഭവവേദ്യമാക്കി തീർക്കുവാനായിട്ട് അവിടുന്ന് പരസ്യ ജീവിതത്തിലെ അനേകം സംഭവങ്ങളിലൂടെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഉപമകളിലൂടെയും കർത്താവിൻ്റെ ജീവിതത്തിലൂടെയും ഇത് നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ധൂർത്തപുത്രൻ്റെ പിതാവിൻ്റെ ഉപമ. ആ പിതാവ് മകൻ തിരിച്ചു വരുവാൻ വേണ്ടി കാരുണ്യത്തോടെ കാത്തിരിക്കുന്ന പിതാവിനെ നാം കാണുന്നുണ്ട്. പാപികളുടെ മാനസാന്തരം കാരുണ്യവാനായ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ വരിക എന്നുള്ള ആ സാഹചര്യം, അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. പാപികളുടെ മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരുണ്യവാനായ ദൈവം നമ്മെ കാത്തിരിക്കുന്നു, പാപികളായ മനുഷ്യരെ കാത്തിരിക്കുന്നു. ആ കാത്തിരിക്കുന്ന ദൈവം തിരിച്ചു വരുന്ന പാപിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നുള്ളതാണ്. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ എപ്രകാരമാണ് ആ പിതാവ് സ്വീകരിച്ചതെന്ന് നമുക്കറിയാം. അതുപോലെ ഇന്ന് പാപികളായ നമ്മളെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവ് കാത്തിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ പക്കലേക്ക് വരുവാനായിട്ട് മാതാവ് നമ്മെ എപ്പോഴും മാണ്ടി വിളിക്കുന്നുണ്ട്. പുത്രൻ്റെ പക്കലേക്ക് ചെല്ലുവാനായിട്ടാണ് മാതാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ വേലക്കാരോട് മറിയം പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുക, ഈശോ പറയുന്നത് പോലെ ചെയ്യുക. ഇന്ന് നമ്മോട് പറയുന്നത് തന്നെയാണ്.
നിങ്ങൾക്ക് കരുണയും സമാധാനവും സന്തോഷവും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈശോ പറയുന്നതനുസരിച്ച് ചെയ്യുക, ഈശോയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുക. അതാണ് മാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. പുതിയ നിയമത്തിൽ നല്ല സമറായൻ്റെ ഉപമയിലൂടെ ഈശോ പറയുന്നുണ്ട് എപ്രകാരമാണ് മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കേണ്ടത്. പിതാവായ ദൈവം നമ്മോട് കാരുണ്യം കാണിക്കുന്നതിനോട് കൂടെ തന്നെ നാം മറ്റുള്ളവരോടും കാരുണ്യം കാണിക്കേണ്ടിയിരിക്കുന്നു. അതാണല്ലോ നല്ല സമറായൻ്റെ ഉപമയിലൂടെ ഈശോ പറയുന്നത്. ആവശ്യ നേരത്ത് അയൽക്കാരനെ സഹായിക്കുവാൻ സാധിക്കുക കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാണത്. കാരുണ്യമെന്നുള്ളത് നമ്മൾ സ്വീകരിക്കുന്നത് മാത്രമല്ല, നമ്മൾ പങ്കുവയ്ക്കുന്നതും കൂടിയാണ്. നാം പിതാവിൽ നിന്നും കാരുണ്യം സ്വീകരിച്ചാൽ, കരുണ ലഭിച്ചാൽ മറ്റുള്ളവർക്കും നാം കരുണ കൊടുക്കുവാൻ തയ്യാറായി തീരണം. കരുണയില്ലാത്ത കാര്യസ്ഥൻ്റെ ഉപമ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. തന്നോട് കരുണ കാണിച്ചവനോട് സ്നേഹത്തോടെ നന്ദിയോടെ ഇരിക്കേണ്ട വ്യക്തികളാണ് നാം ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ സഹജീവികളോടും കരുണ കാണിക്കുവാൻ നമുക്കും കടമയുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും കരുണ ലഭിച്ചവരാണ്. ആ കരുണ മറ്റുള്ളവർക്കും കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ബൈബിളിൽ ഏതാണ്ട് 350 പ്രാവശ്യം ദൈവകരുണയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ കരുണ ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ പരസ്പരം ഇത് പങ്കുവയ്ക്കുവാൻ നമുക്ക് കടമയുണ്ട്. നാം ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കാരുണ്യം സ്വീകരിക്കുന്നവരാണ്. ദിവ്യ കാരുണ്യം, അതാണല്ലോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നാം പറയുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതാണ്. ആ ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പങ്കുവയ്ക്കുവാൻ, നമ്മുടെ ജീവിതത്തിലൂടെ പങ്കുവയ്ക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ. എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് കുർബാന കണ്ട് കുർബാന സ്വീകരിച്ച് പോകുന്ന വ്യക്തി കുടുംബത്തിൽ കലഹമുണ്ടാക്കുകയും ജോലിസ്ഥലത്ത് അഴിമതി പ്രവർത്തിക്കുകയും അന്യായമായിട്ട് പ്രവർത്തിക്കുകയും മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറുകയും ചെയ്താൽ നാം സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. തന്നെയുമല്ല, ആ ദിവ്യകാരുണ്യം നമ്മുടെ നാശത്തിന് കാരണമായി തീരുകയും ചെയ്യും. കാരണം അയോഗ്യതയോടെ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം നമുക്ക് ദോഷമായി തീരും. പൗലോസ്ലീഹ പറയുന്നത് പോലെ നമ്മളിൽ പലരും രോഗികളായിത്തീരുന്നത് ദിവ്യകാരുണ്യം അശ്രദ്ധയോടെ അയോഗ്യതയോടെ സ്വീകരിക്കുമ്പോഴാണ്. അപ്പം ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കേണ്ടിയിരിക്കുന്നു. നാം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ, ദൈവകരുണയുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുമ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നമ്മൾ തിരികെ പോയി നമ്മുടെ കുടുംബങ്ങളിൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെ ജീവിക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ദൈവകൃപ നമുക്ക് വീണ്ടും വീണ്ടും ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം മദർ തെരേസായുടെ ജീവിതത്തിലെ എപ്രകാരമാണ് മറ്റു മനുഷ്യർ ദൈവത്തിൻ്റെ മുഖം കാണുവാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തത്. മദർ തെരേസായുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും 1 മണിക്കൂർ നേരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു നമുക്കറിയാം. അതിനുശേഷമാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ട് പുറത്തു പോയിരുന്നത്. ആ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മറ്റുള്ളവരെ ഈശോയുടെ സാന്നിധ്യം ദർശിക്കുവാൻ സാധിച്ചത് പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ആ പരിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചതുകൊണ്ടാണ്. മദർ തെരേസായുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അനേകായിരങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യം മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകായിരങ്ങൾ ഈശോയിലേക്ക് വരുവാൻ ഇടയായി തീർന്നത് മദർ തെരേസായുടെ പ്രവർത്തന ഫലമായിട്ട് എന്നതിനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിച്ചു തൻ്റെ ജീവിതത്തിലൂടെ. ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കൊടുത്തെങ്കിൽ മാത്രമേ, അതിന് സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടാകുകയുള്ളൂ. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ദൈവകരുണയുടെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരുണ ലഭിക്കുന്ന നമുക്ക് വേണ്ടി മാത്രമല്ല, നാം ജീവിക്കുന്ന സമൂഹത്തിൽ, നാം താമസിക്കുന്ന കുടുംബത്തിൽ, നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ കാരുണ്യം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം.
പരിശുദ്ധ കന്യകാമറിയം മംഗളവാർത്ത ലഭിച്ച ശേഷം ഉടനെ പോയത് എവിടെയൊക്കെയാണ് നമുക്കറിയാം. ഇളയമ്മയായ എലീശായുടെ ഭവനത്തിലേക്കാണ് പോയത്. സ്വന്തം അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക, ദൈവാനുഭവം പങ്കുവയ്ക്കുക, അതിനുവേണ്ടി ഏത് ത്യാഗവും സഹിക്കുവാൻ മറിയം തയ്യാറായി. ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഈ കൃപയും അനുഗ്രഹവും ദൈവത്തിൻ്റെ കാരുണ്യം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ലഭിച്ച അനുഭവത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ. നാം ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കാരുണ്യവും അന്വേഷിക്കുന്ന അനേകം പേരുണ്ട്. അവർക്ക് നമ്മിലൂടെ മാത്രമേ, നമ്മുടെ ജീവിതത്തിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ കാരുണ്യം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സമാധാനം അന്വേഷിച്ച് അനേക കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റും അനേകം പേരുണ്ട്. അവർക്ക് രോഗശാന്തി ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് മനഃശാന്തിയാണ് ലഭിക്കേണ്ടത്. നാം ഇവിടെ എത്തിയിരിക്കുന്നത് പലപ്പോഴും രോഗശാന്തി ലഭിക്കാൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ മനസ്സിന് സ്വസ്ഥത ലഭിക്കാൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ മറ്റ് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാകാം. എന്തായാലും ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുമ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർന്ന് അവിടെ നൽകുന്നതാണ്. ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം ലഭിക്കുമെന്ന് അവിടെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇവിടെ കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ, മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനോട് ഒരുങ്ങുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കുവാനായിട്ട്, ആ കാരുണ്യം മറ്റുള്ളവരുടെ പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നാം സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിന് എന്നും അനുഗ്രഹം ലഭിക്കുന്ന അവസരമായി തീരട്ടെ. നാം സ്വീകരിക്കുന്ന ഈ ദിവ്യകാരുണ്യം വഴിയായിട്ട് മറ്റുള്ള അനേകം പേര് ദൈവത്തിൻ്റെ കാരുണ്യം മനസ്സിലാക്കുവാനിടയായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും മറ്റുള്ളവർക്ക് അനുഭവിക്കുവാൻ സാധിക്കട്ടെ. അതിന് ഈ തിരുനാൾ ഉപകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവ് നമ്മെ സംരക്ഷിക്കുകയും മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് എന്നും തുണയായിരിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും തിരുസഭയുടെ ഭാവ്യമത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കാം. കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്ന വാഗ്ദാനമനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലീഗന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ഹൃദയത്തേക്ക് സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സഭയെ സ്നേഹിക്കുകയും നമ്മുടെ വധുവായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി തീർക്കുവാൻ കൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായെ, നിന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ നീ പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ നീ പിതാവിനോടൊന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും നിന്നിലൊന്നായിരിക്കുവാൻ സഹായിക്കണമേ. നിത്യസൗഭാഗ്യത്തെ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളേവരെയും നിലനിൽപ്പിൻ്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകലവിധത്തിൽ അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും
ജീവന്റെ അടയാളത്തിൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകനാ അഖിലരുമൊന്നാം സന്നിധി മാനവനിരയോട് ചേർന്നേവും പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമോർത്തിടാ പാവനമീ ബലിയിൽ. സുതനുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. ആത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധി ഹൃദയഗതങ്ങൾ ചൊല്ലുവിലെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പ്രാർത്ഥനയ്ക്ക് സ്മാനും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്ത് നിന്ന് വേർവിട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തെ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ
ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരാരാധന സമർപ്പിക്കുന്നു. നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത രീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത രീതിയിലോശാന കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നടത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി
നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സംബന്ധിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ വെണ്ടയ്ക്ക് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായതും വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തെ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് വസ്തുതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പ് വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വകരായത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു.
അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാഥനക്കാരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രസ്തുത പാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. സോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അണുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഇടദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ഇടദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തരാക്കാം. കർത്താവേ, ഇടദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഇടദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇടദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്ന ദൈവമായ അങ്ങയെ സ്വരാജ്യത്തിൽ സകലവിശുദ്ധരോടൊപ്പം സ്തുതിക്കുവാൻ ഞങ്ങളുടെ അത്തരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് എണ്ണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സഭാമാതാവിന്റെ മഹത്വീകരണത്തിൽ നമുക്ക് സന്തോഷിക്കാം. നവജീവനിലേക്ക് നയിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളിൽ പ്രത്യാശയോടെ നമുക്ക് പങ്കുകൊള്ളുകയും ചെയ്യാം. ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്ന് ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ, സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ
സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ ഭക്ഷിച്ചു സർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും മാനവനെന്നിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും ദൈവികമാം സത്യയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.